എന്റെ പേര് ചക്കമര ഷാനവാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. എന്റെ പേര് മുത്ത. ഞാനൊരു +2 സ്റ്റുഡന്റ് ആണ്. അതോടൊപ്പം ചെറിയൊരു ഓതർ എഴുതിയിട്ടുണ്ട്. അടുത്തൊരു കുട്ടിന്റെ പഠിപ്പുരയിലാണ്. +2 വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം കണ്ടെത്താനും നിങ്ങൾക്ക് കിട്ടിയ അവസരം, മുത്താറിന് കിട്ടിയ അവസരം അതിശയിപ്പിക്കുക പറയാതിരിക്കുന്ന പോലെ. ഇതൊക്കെ കണ്ടുകൊണ്ട്, അതായത് ഓരോന്നും കണ്ടുകൊണ്ട് ഓരോന്നും ചെയ്യുന്നില്ല. എന്റെ 12ാം വയസ്സിൽ എനിക്ക് കുറച്ച് കോഡിങ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടി. എന്റെ ഫാമിലിയായിട്ട് ചേർന്ന് ചെറിയൊരു പൈറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ. അതിപ്പോൾ ഒരു 4 എംപ്ലോയീസ് പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ കൂടുതലും ഹിസ്റ്ററിയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ പഠിച്ചിറങ്ങില്ല. ആ ടൈമിൽ നമ്മളെ കേരളം അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ടൈമിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്കൂൾസിലും ഇപ്പോൾ ബിടെക് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാലും ഒരു 100 വർഷത്തേക്കെങ്കിലും എന്നെ ആൾക്കാർ, ഒരു കുറച്ച് കൂട്ടം ആൾക്കാരെങ്കിലും എന്നെ ഓർത്തിരിക്കണമെന്നുണ്ട്. ജോലിക്കാരോടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരോട് ഇടപെടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിലുപരി അവർക്കൊരു ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ സിനിമ ആണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു എനർജി വരും. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഇത് കിട്ടിയത് എന്നുള്ളത് അഭിമാനിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. വെച്ചാൽ ആൾ ജനിച്ചു കഴിയുമ്പോഴേ ആള് 20-25 വയസ്സാകുമ്പോൾ ഒരു ജോലി കയറണം, ഒരു വലിയൊരു ജോലി കയറണം, സെറ്റിൽ ആവണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു ജോലി നേടുന്നതിനുപരി ഒരു 10 പേർക്ക് ജോലി കൊടുത്താൽ ആ 10 ഫാമിലീസാണ് അവിടെ സേഫ് ആവുന്നത്.